നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭഗവാന്റെ ഇന്നത്തെ സന്ദേശത്തിൽ നോക്കാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ നിന്നും നിങ്ങളുടെ വ്യക്തി, ജീവിത സാഹചര്യം ഇവയുമായിട്ടൊക്കെ മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലുള്ള ഇപ്പോഴത്തെ നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് ഭഗവാൻ നൽകുന്ന ഈ ഒരു സന്ദേശം മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മുൻപ് അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ അവരുടെ പിന്നാലെ നടന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ച് നിങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി നിങ്ങളുടെ പിന്നാലെ വരേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മുൻപ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ അവർക്ക് പ്രാധാന്യം നൽകിയിരുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പുറമെ നിങ്ങളോട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം ആത്മാർത്ഥമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇന്ന് ഈ വ്യക്തി എത്തി നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ഇന്ന് ഈ വ്യക്തി തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളിയായാലും അല്ലെങ്കിൽ നിങ്ങളുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയായാലും ഇപ്പോൾ നിങ്ങളുമായിട്ട് അവർ വളരെയധികം അകന്നു പോയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു രീതിയിലുമുള്ള കോണ്ടാക്റ്റും ഇല്ല എന്ന് തന്നെ പറയാം. പണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണമെന്ന് തിരിച്ചറിയാനൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർ നിങ്ങളിൽ നിന്നും അകന്ന് മാറിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ചും അറിയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അവർ വളരെയധികം വേദനിക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്നുപോയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റിന് അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം അവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ അവരിലുണ്ട്. ശരിക്കും അവരിൽ ഇപ്പോൾ ഒരു കുറ്റബോധം ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല രീതിയിലും ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ച് അവർ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. മുൻപ് നിങ്ങളുടെ ചിന്തകളിൽ മുഴുവൻ അവരായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ചിന്തകളിൽ മുഴുവൻ നിങ്ങളാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളവരെ പൂർണ്ണമായിട്ടും മറന്നു എന്ന്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിലാവാം ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ നിങ്ങളവരെ കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ അവരുടെ ചിന്ത എന്ന് പറയുന്നത് അവരെ മറന്ന് നിങ്ങൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ചിന്ത അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അവരിൽ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്.
അതായത് നിങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അകലം വന്നത്, അല്ലെങ്കിൽ നിങ്ങളെ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവരുടെ തെറ്റുകൾ അവർ തിരിച്ചറിയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻപ് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും മികച്ചത് അവർക്ക് കിട്ടുമെന്നുള്ള ഒരു ചിന്ത കൊണ്ടോ ഒക്കെ അവർക്ക് പറ്റിപ്പോയ ഒരു തെറ്റാവാം നിങ്ങളുമായുള്ള അകൽച്ചയ്ക്ക് കാരണം. കൂടാതെ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലവും ആവാം ഇത്തരത്തിലൊരു അകൽച്ച നിങ്ങൾക്കിടയിലുണ്ടായത്. അപ്പോൾ ഈ ഒരു ചിന്ത അവരിൽ വളരെയധികം പശ്ചാത്താപം ഉണ്ടാക്കുന്നുണ്ട്. മുൻപ് നിങ്ങളുമായുള്ള പല നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാടേ അല്ല ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവരുടെ ഉള്ളിലുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ മൂല്യം മനസ്സിലാകാൻ പാകത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ അവർക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവാം. എന്തായാലും അവരിലിപ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ് ഉള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്ന് ചേർന്നിട്ടുണ്ട്. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുമുണ്ട്. ഇത് നിങ്ങൾ വളരെയധികം പൊരുതി നേടിയ ഒരു വിജയം തന്നെയാണ്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ കഴിവുകളെ അവർ നിസ്സാരമായിട്ടായിരിക്കാം കണ്ടിരുന്നത്. നിങ്ങളുടെ കഴിവിൽ അവർക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങളിലെ ആ ഒരു കഴിവ് കൊണ്ട് തന്നെ ഇത്രയും നേട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലൊരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിലെ കഴിവിനെ അവരിപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരിൽ അഭിമാനം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന്. ഒരുപക്ഷെ അവർ മുൻപ് ചിന്തിച്ച് കാണില്ല നിങ്ങൾ അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാവുമെന്ന്. അപ്പോൾ ഇനി നിങ്ങളുടെ സ്നേഹം എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും വളരെയധികം ദൂരത്തിലാണ് നിങ്ങളുള്ളത്. എങ്ങനെ നോക്കിയാലും അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദൂരത്തിലാണ് നിങ്ങളുള്ളത്. അതിനാൽ വീണ്ടും നിങ്ങളിലേക്ക് എങ്ങനെ എത്തുമെന്ന് ചിന്തിച്ചുള്ള ആശയക്കുഴപ്പം ആ വ്യക്തിയിലിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ ദൃഢമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇതുവരെ ആരും ഇത്രയും ആഴത്തിൽ അവരുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല. മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളെക്കാൾ മികച്ചത് അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ പോയതെങ്കിൽ അവിടെയൊന്നും നിങ്ങളെക്കാൾ മികച്ചത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതവർ അംഗീകരിക്കുന്നുമുണ്ട്. നിങ്ങളുമായി ഒരു ആത്മബന്ധം ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതിനാലാണ് വീണ്ടും നിങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നത്. അപ്പോൾ നിങ്ങളുമായുള്ള ഒരു റീയൂണിയനു വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അവർക്ക് മുൻകൈ എടുത്ത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരാണ് തെറ്റ് ചെയ്തത്. അതിനാൽ തന്നെ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാവുമെന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ കഴിയുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നില്ല. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കാൻ തയ്യാറാണെന്നാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ, നിങ്ങളെക്കുറിച്ചുള്ള മനോഭാവത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മനോഭാവം എന്താണ് എന്ന് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ വ്യക്തി, സാഹചര്യം ഇവയൊക്കെ ആയിട്ട് മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക.
അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.